ഗർഭിണികൾ നോമ്പെടുക്കാൻ പാടുണ്ടോ? ഒരു ഗർഭിണിയിൽ നിന്ന് ഗ്ലൂക്കോസ്, ഓക്സിജൻ, ന്യൂട്രീഷൻ എന്നിവയൊക്കെയാണ് ഗർഭസ്ഥ ശിശുവിലേക്ക് എത്തുന്നത്. ഒരു ഗർഭിണി നോമ്പെടുക്കുന്ന സമയത്ത് ഒരു ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമം പാലിച്ചിട്ടില്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാനും വെള്ളത്തിൻ്റെ അംശം കുറയാനും അതുവഴി കുട്ടിയിലേക്ക് എത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയാനും എല്ലാം കാരണമാകുന്നുണ്ട്. തലകറക്കം, ക്ഷീണം, കുട്ടിയുടെ അനക്കക്കുറവൊക്കെ ഇതിന് കാരണമാകാം. നോമ്പെടുക്കാതെ ഇരിക്കേണ്ടത് ആരൊക്കെയാണ്? അനീമിയ അഥവാ വിളർച്ച, പ്രമേഹം, നേരത്തെ മിസ്കാരേജ് അല്ലെങ്കിൽ നേരത്തെ പ്രസവം അഥവാ പ്രീ ടൈം ഡെലിവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി എന്നിവയിലൊക്കെ നോമ്പെടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഛർദി ഉണ്ടെങ്കിലും നോമ്പെടുക്കാതെ ഇരിക്കുന്നതാണ്. മാസത്തിനനുസരിച്ചും നോമ്പെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ആദ്യത്തെ ട്രൈമസ്റ്റർ ആയിട്ടുള്ള 1, 2, 3 മാസങ്ങളിൽ നോമ്പെടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ബ്രെയിന്, ഹാർട്ട്, സ്പൈന് എന്നിവയൊക്കെ വളർച്ച തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് കൂടുതൽ എനർജി ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. കുട്ടിയുടെ വളർച്ച പൂർണ്ണമായും അമ്മയിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അമ്മയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നത് ഹൈപ്പോഗ്ലൈസിമിയ എന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശരീരം എനർജി ഉണ്ടാക്കാനായിട്ട് കൊഴുപ്പിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കീറ്റോസിസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു കീറ്റോസിസ് കുട്ടികളിലെ ബുദ്ധി വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 4, 5, 6 മാസങ്ങളിൽ അമ്മയുടെ എനർജി താരതമ്യേന കൂടുതലായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നോമ്പെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ട്രൈമസ്റ്റർ അഥവാ 7, 8, 9 മാസങ്ങളിലും നോമ്പെടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം കുട്ടിയുടെ ബുദ്ധിപരമായും ശാരീരികമായിട്ടുള്ള വളർച്ച ഏറ്റവും പീക്കിലെത്തുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ കൊഴുപ്പും ഉണ്ടായി തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ എനർജി കൂടുതൽ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. അതുപോലെ അമ്മയുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം വളരെ ബാലൻസ്ഡ് ആയി നിർത്തണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന വ്യതിയാനം കുട്ടിയെ സാരമായി ബാധിക്കാനും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനൊക്കെ കാരണമാണ്. അപ്പോൾ നോമ്പ് ചൂടുകാലത്താണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം കൂടെ പരിഗണിക്കേണ്ടതുണ്ട്.